കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താണ്. ആനനോട് പറഞ്ഞു, ഞങ്ങൾ വലിയ ദുരിതത്തിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന രണ്ട് കണ്ണ് വെള്ളം ഒഴുക. അതിന്റെ കാലിന്റെ ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഫുള്ളും നനഞ്ഞ് നേരം വെളുത്ത് 6 മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. ഈ അമ്മൂമ്മയുടെ പേരക്കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് ഓടിയെത്തി ഒരു ആനയുടെ അടുത്തേക്കാണെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അമ്മൂമ്മയുടെ അനുഭവമാണ് പറയണത് ഈ വയനാട് ഉരുൾപൊട്ടലില്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ കഥകൾ നമുക്ക് അവിടെ വയനാട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം മനുഷ്യത്വത്തിന്റെ അല്ലാണ്ട് തന്നെ മൃഗങ്ങളുടെ തന്നെ എത്രയോ കഥകൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് നായ്ക്കളുടെ കഥ നമ്മൾ അറിഞ്ഞു, അവരുടെ കഥ. അപ്പൊ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരെക്കാളും മുന്നേ തന്നെ ഈ മൃഗങ്ങൾക്ക് ഇത് അറിയാനുള്ളൊരു കഴിവുണ്ടെന്നാണ് ആൾക്കാരൊക്കെ പറയേണ്ടത്.